ഒരിക്കലും ഒരു മനുഷ്യനും വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഒരു സംശയം ചോദിക്കുകയാണ്, ഒരാവശ്യം ഉന്നയിക്കുകയാണ്. എന്താണ് ആവശ്യം? നിസ്കാരത്തിനെ കുറിച്ച് ചോദിക്കാനല്ല, വേറെന്തെങ്കിലും മസലയെ കുറിച്ച് അറിയാനല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മനുഷ്യൻ ചോദിക്കുന്നത് എനിക്ക് വ്യഭിചരിക്കണം, എനിക്ക് സിന ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യൻ ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശാന്തമായി അദ്ദേഹത്തോട് ചോദിച്ചു, ഉമ്മയുണ്ടോ? ഉമ്മയുണ്ട്. ഉമ്മയുമായി വ്യഭിചരിക്കുന്നത് ഇഷ്ടമാണോ? ആരെങ്കിലും ഉമ്മയെ വ്യഭിചരിക്കുന്നത് ഇഷ്ടമാണോ? അത് തൃപ്തിയാണോ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഞാനത് തൃപ്തിപ്പെടൂല. എന്നാ അറിയണം, നീ ആരുടെ അടുത്തേക്കാണോ പോകുന്നത് അതൊരാളുടെ ഉമ്മയാണ്. സഹോദരിയുമായി നിനക്കത് തൃപ്തിയാണോ? ആരെങ്കിലും സഹോദരിയുടെ അടുത്ത് പോകുന്നത് തൃപ്തിയാണോ? മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും ഞാനത് തൃപ്തിപ്പെടുകയില്ല. നീ അറിയണം, അത് ആരുടെയോ സഹോദരിയാണ്. നിന്റെ മകളുമായി ആരെങ്കിലും മോശം പ്രവർത്തിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആരുടെയൊക്കെയോ സഹോദരിയാണ്. നിന്റെ മകളുമായി ആരെങ്കിലും? ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, എനിക്കത് തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല, സഹിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആരുടെയൊക്കെയോ മകളാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അദ്ദേഹം പറയുകയാണ്, വ്യഭിചാരത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടു വന്ന ആളാണ്, പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും വെറുക്കുന്ന കാര്യമായിട്ടാണ് അദ്ദേഹം തിരിച്ചുപോയത്. സഹോദരങ്ങളെ, റഹ്മത്തിന്റെ ഉദാഹരണങ്ങൾ എമ്പാടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റാരെക്കാളുമേറെ സ്നേഹിക്കാൻ നമുക്ക് ആകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേവലാതിപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതും ത്യജിച്ചത് നമുക്ക് വേണ്ടിയാണ്.